ആന ചവിട്ടി പൊരിച്ചതുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ വേറെ കറിയൊന്നും വേണ്ട. ഒരു ചമ്മന്തിയുടെ ആവശ്യം പോലുമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് ആനചവിട്ടി. ആനചവിട്ടിയാണ് മീനുകളിൽ എൻ്റെ ഫേവറേറ്റ് മീൻ. ആനയുടെ പാദത്തിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടായിരിക്കണം ഇതിനെ ആനചവിട്ടി എന്ന് വിളിക്കുന്നത്. കണ്ടാൽ ഒരു ആന ചവിട്ടി തേച്ച മീനാണെന്നേ പറയുകയുള്ളൂ. ഇന്നു കിട്ടിയ ആനചവിട്ടി സ്വതവേ ചെറിയ രൂപത്തിലുള്ളതാണ്. ഇതിലും വലിയ രൂപത്തിലുള്ള വലിയ ആകൃതിയുള്ള ആനചവിട്ടികൾ കടകളിൽ ലഭ്യമാണ്. രുചിയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആനചവിട്ടി പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ആനചവിട്ടി ഫ്രൈ ആണ് സ്പെഷ്യൽ. മീൻ വാങ്ങിക്കൊണ്ടു വരുന്നതും കഴുകി വൃത്തിയാക്കി മുറിക്കുന്നതുമെല്ലാം പപ്പയുടെ ഡ്യൂട്ടിയാണ്. മീൻ മുറിക്കുന്നുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞ തൊടിയിലെ പൂച്ച മീനിൻ്റെ തല തിന്നാനായി വന്നു. വയറു നിറയെ മീൻതലയും കുടലും അകത്താക്കിയ പൂച്ചയ്ക്ക് കുശാൽ. ഇനി എങ്ങനെയാണ് ആനചവിട്ടി മാരിനേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയുമുള്ള കൂട്ടിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. ഇത് ടേസ്റ്റ് കൂടാൻ സഹായിക്കും. ഈ മിശ്രിതത്തിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുക. എന്നിട്ട് ഓരോ മീൻ കഷ്ണങ്ങളായി അതിലിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. കുറേ നേരം ഈ പൊടികൾ പിടിപ്പിച്ചാൽ ടേസ്റ്റ് കൂടും. ആനചവിട്ടിയുടെ കറി അത്ര ഫേമസ് അല്ല, പൊരിച്ചതാണ് സ്വതവേ കാണാറുള്ളത്. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. പറ്റിയ ഒരു പാത്രം വെക്കുക മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, അധികമാവേണ്ട, വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ശരീരത്തിന്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പൊരിക്കാനുള്ള പാത്രം ചൂടായ ശേഷം ഓരോ മീൻ കഷ്ണങ്ങളായി അതിലേക്ക് വെക്കുക. എന്നിട്ട് മറച്ചിട്ട് വീണ്ടും വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുത്താൽ സ്വാദ് കൂടും, കരിഞ്ഞു പോവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മീൻ കഷ്ണങ്ങൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വേഗം പൊരിഞ്ഞ് കിട്ടട്ടെ. പൊരിച്ചു കഴിഞ്ഞാൽ ചോറിന് കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത് സ്വാദോടെ നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാം.